അഭിമന്യുവിന്റെ മരണവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന യുധിഷ്ഠിരനോട് ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് വേദവ്യാസ മഹർഷി യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പണ്ട് ത്രേതായുഗത്തിൽ അകമ്പനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ധാർമ്മികനും യശസ്വിയും പരാക്രമശാലിയുമായിരുന്നു. അദ്ദേഹത്തിന് ഹരി എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായി. സാക്ഷാൽ ഹരിയെപ്പോലെ ശക്തനും പുരുഷോത്തമനുമായിരുന്നു രാജകുമാരൻ. ഒരിക്കൽ അച്ഛനും മകനും കൂടി ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഘോരമായ യുദ്ധത്തിൽ ഹരി മൃത്യുവിനിരയായി. പുത്രവിയോഗം കൊണ്ട് രാജാവിന്റെ സമാധാനം നശിച്ചു. പുത്രസ്മരണ കൊണ്ട് നിദ്രാരഹിതനായി അദ്ദേഹം ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. അദ്ദേഹം എപ്പോഴും പുത്രനെ പറ്റി പലതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം നാരദ മഹർഷി അകമ്പനന്റെ കൊട്ടാരത്തിലെത്തി അകമ്പനനെ സമാധാനിപ്പിക്കുവാനായി പലതും പറഞ്ഞു. അപ്പോൾ അകമ്പനൻ ചോദിച്ചു, മഹർഷി, മരണമെന്നാൽ എന്താണ്? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നാരദൻ പറഞ്ഞു, പണ്ട് സത്യയുഗമായിരുന്നു. കൃതയുഗത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ അനേകം പ്രജകളെ സൃഷ്ടിച്ചിരുന്നു. അവരെല്ലാം ഓജസ്സോടുകൂടി വളരുവാൻ തുടങ്ങി. എന്നാൽ മൃത്യുവില്ലാതായിരുന്നതിനാൽ വളരെ കാലം കഴിഞ്ഞിട്ടും ആരും മൃതിയടഞ്ഞില്ല. ഭാരം വർദ്ധിച്ചു വന്നതോടെ ഭൂമിദേവി ആർത്തയായി. എന്നെ രക്ഷിക്കണേ എന്ന് ഭൂമി ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സംഹാരമില്ലാതെ ലോകത്തെ കൊണ്ട് പിതാമഹൻ ചിന്തിച്ചു തുടങ്ങി. എത്ര ചിന്തിച്ചിട്ടും സംഹാരമില്ലാത്ത ലോകത്തെപ്പറ്റി എന്തു വേണമെന്നറിയാതെ അദ്ദേഹം വിഷമിക്കുവാനും തുടങ്ങി. ബ്രഹ്മാവിന് രോഷമുണ്ടായി. രോഷം മൂലം അഗ്നിയുണ്ടായി. അഗ്നി ദേശാന്തരങ്ങളെ ചുടുവാൻ തുടങ്ങി. മണ്ണും വിണ്ണും വ്യോമവും എല്ലാം ജ്വാലമാലകൾ കൊണ്ട് നിറഞ്ഞു. ഉടനെ സ്ഥാണു, അതായത് പ്രളയകാലത്തു പോലും നാശമില്ലാത്ത സ്ഥിതി ചെയ്യുന്നവനായ ശിവൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. നിന്റെ ആഗ്രഹം സാധിച്ചു തരാം. എന്താണ് നീ ആഗ്രഹിക്കുന്നത്? ബ്രഹ്മാവ് ഹരനോട് ചോദിച്ചു. പ്രഭോ, ഭവാന്റെ യജ്ഞം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ഇപ്പോൾ ഭവാന്റെ ക്രോധം കൊണ്ട് ദഹിക്കുന്നു. അവയോട് ഭവാൻ കരുണ കാണിച്ചാലും രുദ്രൻ അപേക്ഷിച്ചു. ഗംഗാധരന്റെ അപേക്ഷ കേട്ടപ്പോൾ പിതാമഹൻ ക്രോധാഗ്നിയെ തന്നിലേക്ക് തന്നെ ആകർഷിച്ചെടുത്ത് ആത്മാവിൽ ലയിപ്പിക്കുവാൻ തുടങ്ങി. ആ രോക്ഷാഗ്നിയിൽ നിന്ന് യൗവനയുക്തയായ ഒരു സ്ത്രീ ഉണ്ടായി. അവൾ ദീപ്തമായ ഭൂഷണങ്ങളും തപ്തമായ കുണ്ടലങ്ങളും അണിഞ്ഞിരുന്നു. തെക്ക് ദിക്കിലേക്ക് മാറി നിന്നിരുന്ന ആ വിശ്വമോഹിനി ചിരിച്ചുകൊണ്ട് വാനൂരെ നോക്കി. ബ്രഹ്മദേവൻ അവളെ മൃത്യോ എന്ന് വിളിച്ചു. അവൾ പിതാമഹനെ താണുവണങ്ങി ജീവികളെ യഥാസമയത്ത് സംഹരിക്കണമെന്ന് അദ്ദേഹം അവളോട് കൽപ്പിക്കുകയും ചെയ്തു. ആരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മരിക്കേണ്ടി വരുമ്പോൾ എല്ലാവർക്കും പരിഭ്രമവും വ്യസനവുമാണ്. ആ നിലയ്ക്ക് മരണത്തിന് താൻ കാരണഭൂതയാകുമ്പോൾ എല്ലാവരും തന്നെ ശപിക്കും. ശാപമേറ്റ് താൻ നശിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് മൃത്യുദേവി കഠിനമായി വ്യസനിച്ചു. ധാരാളമായ അശ്രുക്കളും ഒഴുക്കി. മൃത്യുദേവിയുടെ കണ്ണുനീർ മുഴുവൻ ബ്രഹ്മദേവൻ കയ്യിൽ വാങ്ങി. അത് പിൽക്കാലത്ത് പലവിധ രോഗങ്ങളായി പരിണമിച്ചു. ആ രോഗങ്ങൾ പ്രധാനമായ മരണകാരണങ്ങളായി. മൃത്യുദേവി വളരെ കാലം പല തപോഭൂമിയിൽ തപസ് ചെയ്തു. തീർത്ഥങ്ങളിൽ ആറാടി. അവൾ തികച്ചും പരിശുദ്ധയായി. കാമവും ക്രോധവും ഇല്ലാതെ മൃത്യു അവളുടെ സംഹാരം ആരംഭിച്ചു. തികച്ചും പരിശുദ്ധയായി. ഒരിക്കലും അധർമ്മം ചേരില്ലെന്ന നിലവന്നതിന് ശേഷമാണ് മൃത്യു ജീവികളെ ബാധിക്കുവാൻ തുടങ്ങിയത്. ആരോടും മൃത്യുവിന് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. തന്റെ ധർമ്മത്തെ ആചരിക്കുന്നു എന്ന് മാത്രം. ജീവികളുടെ ചിത്തവൃത്തിയും കർമ്മങ്ങളുടെ സ്വഭാവവുമാണ് അവരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കുകയും രോഗങ്ങളെ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനാൽ മൃത്യുവെന്നത് ആരുടെയും അധർമ്മം കൊണ്ട് വന്നു ചേരുന്നതല്ല. അത് ഓരോരുത്തർക്കും നിയതിയാണ്. പിന്നെ മരണത്തെപ്പറ്റി എന്ത് വ്യസനിക്കുന്നു? വ്യസനിക്കേണ്ട കാര്യം പോലുമില്ല. നാരദ മഹർഷിയുടെ കഥനം കേട്ട് കഴിഞ്ഞപ്പോൾ അകമ്പന രാജാവിന് സമാധാനമായി. യുധിഷ്ഠിര, അങ്ങ് പൗരുഷശാലിയായ അഭിമന്യുവിനെ ഓർത്ത് വിഷാദിക്കേണ്ടതില്ല. ഓരോ ആത്മാവും അതിന്റെ കർമ്മഫലം അനുഭവിക്കണമെന്നുള്ളതാണ് നിയതി തത്വം. അഭിമന്യുവിന്റെ തന്നെ നിയതി അവന് മരണഹേതുകായമെന്ന് കരുതിയാൽ മതി. എതിർത്ത് യുദ്ധം ചെയ്ത പ്രബല യോദ്ധാക്കളെയെല്ലാം കൊന്നൊടുക്കി വീരസ്വർഗം പ്രാപിച്ച ധീരയോദ്ധാവിനെപ്പറ്റി എന്തിനു വ്യസനിക്കണം? ഉത്തമനായ ഒരു യോദ്ധാവിന് ഇതിൽ കവിഞ്ഞ എന്തൊരു മേന്മയാണ് ലഭിക്കേണ്ടത്? വ്യാസമഹർഷിയുടെ ഉപദേശം കേട്ടപ്പോൾ യുധിഷ്ഠിരന്റെ ആലസ്യം മാറി. എങ്കിലും വ്യാസനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ പുണ്യവാന്മാരായ മഹാത്മാക്കളുടെ ചരിത്രം കേൾക്കുവാൻ യുധിഷ്ഠിരൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഷോഡര രാജകീയം എന്നറിയപ്പെടുന്ന
16 രാജാക്കന്മാരുടെ കഥകൾ വ്യാസൻ ധർമ്മപുത്രനോട് പറഞ്ഞു. മരുത്തൻ, സുഹോത്രൻ, പൗരവൻ, ശിബി, ശ്രീരാമൻ, ഭഗീരഥൻ, ദിലീപൻ, മാണ്ഡതാവ്, യയാതി, അംബരീഷ്, ഗയൻ, ശശബിന്ദു, രതിന്ദിദേവൻ, ഭരതൻ, പൃഥു, പരശുരാമൻ എന്നീ 16 പേരാണ് ഷോഡശ രാജകീയത്തിലെ രാജാക്കന്മാർ. വ്യാസൻ തുടർന്നു. അഭിമന്യു അനശ്വര തേജസ്സോടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. അവിടെ ജീവിച്ചിരിക്കുന്നവരാണ് ദുഃഖിതർ. സ്വർഗം ഭൂകിയവരല്ല. ദുഃഖിക്കുന്നവന് പാപം വർദ്ധിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ദുഃഖം വെടിഞ്ഞ് ഭഗവാൻ ശത്രുക്കളെ നേരിടുക. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വ്യാസഭഗവാൻ അപ്രത്യക്ഷനായി. ദുഃഖാർത്ഥനായ യുധിഷ്ഠിരൻ സമാധാന ചിത്തനായി. നഷ്ടപ്പെട്ട ആത്മധൈര്യം വീണ്ടെടുത്തു. ദൃഢനിശ്ചയത്തോടെ അവരെല്ലാം ശിബിരങ്ങളിലേക്ക് മടങ്ങി. എന്നാൽ അപ്പോഴും യുധിഷ്ഠിരന്റെ ഹൃദയാന്തർഭാഗത്ത് ഒരു ചോദ്യം അവശേഷിച്ചു. ദൈവമേ, അർജുനനോട് ഞാൻ എന്തു പറയും? അന്ന് സംശപ്തകന്മാരെ തോൽപ്പിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടി വന്നു. സന്ധ്യയായപ്പോഴേക്കും അവരിൽ നല്ല പങ്ക് കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ പലായനം ചെയ്തു. അർജുനനും ഭഗവാനും കൂടി ശിബിരത്തിലേക്ക് മടങ്ങി. പ്രധാന പോർക്കളത്തിൽ നിന്ന് അന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് അർജുനൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ദ്രോണൻ ചക്രവ്യൂഹം ചമച്ചിരുന്നുവെന്നും തന്മൂലം പാണ്ഡവർക്ക് കൂടുതലായി വിഷമിക്കേണ്ടി വന്നുവെന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശിബിരത്തോടടുക്കും തോറും അവന്റെ മനസ്സ് അസ്വസ്ഥമാകുവാൻ തുടങ്ങി. അർജുനന്റെ ഇടതോടും കണ്ണും തുടിച്ചു. അത് അശുലഭ ലക്ഷണമാണല്ലോ. അതൊക്കെ ഓർത്ത് അവൻ പരിഭ്രമിച്ചു. അവന്റെ നാക്കു വരണ്ടു. എന്തോ കാര്യമായ നഷ്ടമുണ്ടായതായി മനസ്സ് മന്ത്രിക്കുന്നതുപോലെ അവന് തോന്നി. അവൻ അതെല്ലാം കൃഷ്ണനോട് പറഞ്ഞിട്ട് ചോദിച്ചു, മാധവ, യുധിഷ്ഠിരൻ എന്തെങ്കിലും അപകടം പിടഞ്ഞിരിക്കുമോ? എന്തോ വലിയ ഭയം തോന്നുന്നു. ഏയ്, യുധിഷ്ഠിരന് സഹോദരന്മാർക്കും ഒരാപത്തും സംഭവിച്ചിട്ടില്ല. നീ വെറുതെ ഭയപ്പെടുകയാണ്. കൃഷ്ണൻ അർജുനനെ സമാധാനിപ്പിച്ചു. ശിബിരത്തിലോടടുക്കും തോറും അർജുനന്റെ അസ്വാസ്ഥ്യം വർദ്ധിക്കുവാൻ തുടങ്ങി. ശിബിരം മുഴുവൻ നിശബ്ദമായിരിക്കുന്നു. സൈന്യങ്ങളുടെ കോലാഹലങ്ങളില്ല. ഭേരീനാദങ്ങളോ വീണവാദനങ്ങളോ ബന്ദികളുടെ സ്തുതിപാഠങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. എങ്ങും ശോകമൂകത. കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അർജുനന് ബോധ്യമായി. ധനഞ്ജയൻ വേഗത്തിൽ തേരിൽ നിന്നിറങ്ങി ശിബിരത്തിനുള്ളിലേക്ക് കടന്നു. മ്ലാനവധനായിരിക്കുന്ന സഹോദരന്മാരെ, പാഞ്ചാലി പുത്രന്മാരെയും കണ്ടു. താൻ തേരിൽ നിന്നിറങ്ങിയാലുടൻ തന്നെ എതിരേൽക്കുവാൻ വരാനുള്ള അഭിമന്യുവിനെ അവിടെയെങ്ങും കണ്ടില്ല. അർജുനനെ കണ്ടതോടെ എല്ലാവരും വ്യസനക്രാന്തരായി തല താഴ്ത്തി നിന്നു. അർജുനൻ അസഹ്യത്തോടെ ചോദിച്ചു, എന്താണ് എല്ലാവരും ഇങ്ങനെ മൗനമായിരിക്കുന്നത്? എന്തോ അത്യഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിമന്യുവിനെ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. ദ്രോണൻ ചക്രവ്യൂഹമാണ് ചമച്ചിരിക്കുന്നതെന്ന് ഞാൻ കേട്ടു. ചക്രവ്യൂഹം ഭേദിക്കുവാൻ അഭിമന്യുവല്ലാതെ മറ്റാർക്കും അറിവുമില്ല. വ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള ഉപായം ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഇത്രയും പറഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. അർജുനൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, അവൻ വ്യൂഹം ഭേദിച്ചുവോ? നിങ്ങൾ അവനെ അതിനുള്ളിലേക്ക് കടത്തിവിട്ടുവോ? ഹാ, എങ്കിൽ അനേകം മഹാരഥന്മാരുടെ ഇടയിൽ ഒറ്റയ്ക്കകപ്പെട്ട ആ ബാലൻ വല്ലാതെ വിഷമിച്ചിരിക്കും. അവനെ ആ നരവ്യാഘ്രങ്ങൾ പിച്ചി ചീന്തിക്കാണും. അർജുനന്റെ ചോദ്യങ്ങൾ കേട്ട് എല്ലാവരും പരിങ്ങി. അർജുനന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ധൈര്യം പോലും ആർക്കുമില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ ഭീമസേനൻ പോലും അർജുനന്റെ മുഖത്ത് നോക്കിയില്ല. ഇത്രയും പറഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അർജുനന് ബോധ്യമായി അഭിമന്യു മരിച്ചുവെന്ന്. അവന്റെ ഭാവം മാറി. താപം കൊണ്ടും ക്രോധം കൊണ്ടും ഭീമൽസുവിന്റെ മുഖം ഭീമത്സമായി. എല്ലാവരും പേടിച്ചിരണ്ടു. സഹോദരന്മാരെ ബൽഗുണൻ കണക്കിന് ശകാരിച്ചു. പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ അവൻ വിലപിച്ചുകൊണ്ട് ചോദിച്ചു, എങ്ങനെയാണ് സൗഭദ്രൻ മരിച്ചത്? നിങ്ങളൊക്കെ യുദ്ധം ചെയ്യുവാനുണ്ടായിരിക്കെ നിങ്ങളെയൊക്കെ ധിക്കരിച്ച് എങ്ങനെ ശത്രുക്കൾ അവനെ കൊന്നു? നിങ്ങൾ കാണത്തമില്ല, പരാക്രമമില്ല. ഈ ചട്ടയും വസ്ത്രവും ആയുധവും ഒക്കെ വെറും മോടിക്ക് വേണ്ടി കൊണ്ടു നടക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് സൗഭദ്രനെ ശത്രുക്കൾ വധിക്കുമായിരുന്നു? ദ്രൗപദിയോട് ഞാൻ എന്തു പറയും? ഉത്തരയെ ഞാൻ എങ്ങനെ സമാശ്വസിപ്പിക്കും? മേഘഗർജനം പോലെ ധനഞ്ജയൻ അലറി. പറയും, എങ്ങനെയാണ് അഭിമന്യുവിനെ കൊന്നത്? അന്തകനെ പോലെ നിൽക്കുന്ന അർജുനനോട് എന്തെങ്കിലും പറയുവാനുള്ള കരുത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അർജുനന്റെ കോപം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അർജുനനോട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അനുനയ സ്വരത്തിൽ വിസ്തരിച്ചു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അർജുനൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. കൃഷ്ണൻ അവനെ വാരിയെടുത്ത് തൻ്റെ മടിയിൽ കിടത്തി ഗീതോപചാരങ്ങൾ ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അർജുനൻ കണ്ണു തുറന്നു. ചുറ്റിനും നോക്കി. നിലത്തുനിന്ന് എഴുന്നേറ്റു. ജയദ്രഥനാണ് അഭിമന്യുവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് അർജുനന് ബോധ്യമായി. അവന്റെ ശരീരം വിറച്ചു. കണ്ണുകൾ ക്രോധം കൊണ്ട് ചുവന്നു. മുഖം ഭീമത്സമായി.
കൈകൾ ഞെരിച്ച് കൂട്ടിയിടിച്ച് ഭ്രാന്തനെ പോലെ അവൻ ആക്രോശിച്ചു. ജയദ്രഥനെ ഞാൻ നാളെ വധിക്കും. ഇതാ ഞാൻ സത്യം ചെയ്യുന്നു. നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ ജയദ്രഥനെ കൊല്ലും. നാളെ ആദിത്യൻ അസ്തമിച്ചിട്ടും ജയദ്രഥൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. ഇത് സത്യമാണ്. അർജുനൻ ദേവദത്തമെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു. ഗാഢീവത്തിൽ നിന്ന് ഞാനൊലി പ്രകടിപ്പിച്ചു. ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി. ഇതെല്ലാം കേട്ട് വാദ്യസംഘം കൊമ്പ്, കുഴൽ, പെരുമ്പറ തുടങ്ങിയ വാദ്യാഘോഷങ്ങൾ ഉച്ചത്തിൽ മുഴക്കി. ഒരു വലിയ യുദ്ധത്തിന്റെ പ്രതീതി തന്നെ അപ്പോൾ അവിടെ ഉണ്ടായി. അഭിമന്യു വധത്തിന്റെ മുഖ്യ കാരണക്കാരൻ താനാണെന്ന് അർജുനൻ അറിയുമ്പോൾ അവന്റെ പക മുഴുവൻ തന്നോടാകുമെന്നും തന്നെ കൊന്നാലല്ലാതെ അർജുനൻ അടങ്ങുകയില്ലെന്നും ധരിച്ചിരുന്ന ജയദ്രഥൻ ആകെ അസ്വസ്ഥനായിരുന്നു. അപ്പോഴാണ് പാണ്ഡവ ശിബിരത്തിലേക്ക് അയച്ചിരുന്ന ചാരന്മാർ മടങ്ങി വന്ന് അർജുനന്റെ ശബ്ദത്തെപ്പറ്റി ജയദ്രഥനെ അറിയിച്ചത്. അവൻ ഭയാതുരനായി. അഭിമന്യു വധം കഴിഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ച് ശിബിരത്തിലെത്തിയ കൗരവന്മാർ ആഹാരം കഴിച്ച് വിശ്രമിക്കുകയാണ്. ജയദ്രഥൻ ദുര്യോധനന്റെ മുമ്പാകെ എത്തി. ദുര്യോധനോടൊപ്പം മറ്റു ചില രാജാക്കന്മാരുമുണ്ട്. അവർ അടുത്ത ദിവസത്തേക്കുള്ള കാര്യാലോചന നടത്തുകയാണ്. ജയദ്രഥൻ പറഞ്ഞു, ദുര്യോധന, നാളെ എന്നെ കൊല്ലുമെന്ന് അർജുനൻ ശപഥം ചെയ്തിരിക്കുന്നു. എല്ലാറ്റിലും വലുതായി ഞാൻ കാണുന്നത് ജീവിതത്തെയാണ്. എനിക്കും ജീവിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുകയാണ്. ജയദ്രഥന്റെ വാക്ക് കേട്ട് ദുര്യോധനനും രാജാക്കന്മാരും പൊട്ടിച്ചിരിച്ചു. ദുര്യോധനൻ പറഞ്ഞു, സൈന്ധവ, നീ ഇത്ര പേടിത്തൊണ്ടനായി പോയല്ലോ. വെറുതെ ഭ്രാന്തു പറയാതെ. ഞങ്ങൾ ഇത്രയും മഹാരഥന്മാർ എവിടെയുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യുകയില്ല. ധൈര്യമായിരിക്കൂ. എന്നാൽ ജയദ്രഥന് സമാധാനമായില്ല. അവൻ നേരെ ദ്രോണന്റെ അടുക്കിലേക്കാണ് പോയത്. അർജുനനെ പറ്റി തനിക്കുള്ള ഭീതി ദ്രോണനെ അറിയിച്ചു. ദ്രോണൻ പറഞ്ഞു, ജയദ്രഥ, നീയും അർജുനനും എൻ്റെ ശിഷ്യന്മാരാണ്. അവനെ പഠിപ്പിച്ചതൊക്കെ ഞാൻ നിന്നെയും പഠിപ്പിച്ചു. എന്നാൽ അവൻ്റെ നിരന്തരമായ അഭ്യാസവും ചാതുര്യവും കണ്ട് അവൻ നിന്നേക്കാൾ കേമനായി. ഏതായാലും നാളെ നിനക്ക് ആപത്തൊന്നും വരാത്ത വിധത്തിൽ പ്രത്യേക വ്യൂഹം ചമച്ച് നിന്നെ രക്ഷിക്കാം. നിന്റെ പൂർവികരുടെ യശസ് പാലിക്കത്തക്കവണ്ണം നീ യുദ്ധം ചെയ്യുക. മരണം ശൂരന്മാർക്കും ഭീരുക്കൾക്കും ഒരേപോലെ വന്നു ചേരുന്നതാണ്. യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ചാൽ വീരസ്വർഗമാണ് ലഭിക്കുന്നത്. ഭയപ്പെടാതെ യുദ്ധം ചെയ്യുക. ജയദ്രഥൻ അല്പം സമാധാനത്തോടെ തന്റെ ശിബിരത്തിലേക്ക് മടങ്ങി. അർജുനന്റെ സത്യപ്രതിജ്ഞയ്ക്കും അതിനോട് ചേർന്ന പാണ്ഡവരും സൈന്യങ്ങളും നടത്തിയ കോലാഹലത്തിനു ശേഷം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, വിജയ, ഞങ്ങളോട് ആരോടും ചോദിക്കാതെ നീ സത്യപ്രതിജ്ഞ എടുത്തത് സാഹസമായി പോയി. നിന്റെ പ്രതിജ്ഞയെപ്പറ്റി കൗരവർ അറിഞ്ഞു. നാളെ ജയദ്രഥനെ കാത്തുരക്ഷിക്കുന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിക്കാമെന്ന് ദ്രോണർ ഉറപ്പുകൊടുക്കുകയും ചെയ്തു. ഈ സ്ഥിതിക്ക് നിന്റെ സത്യം എങ്ങനെ പാലിക്കുമെന്നാണ് എൻ്റെ സംശയം. ഇത് കേട്ട് അർജുനൻ തെല്ലും പരിഭ്രമിച്ചില്ല. അവന്റെ നിശ്ചയത്തിന് ധാർഢ്യം കൂടിയതേയുള്ളൂ. അവൻ ക്രോധാവേശത്തോടെ പറഞ്ഞു, വാസുദേവ, ദ്രോണനല്ല, ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും എല്ലാം കൂടി വന്നാലും ഞാൻ നാളെ ജയദ്രഥനെ കൊല്ലും. ഞാൻ വില്ലാളിയാണ്. എൻ്റെ കയ്യിലുള്ളത് ദിവ്യമായ ഗാന്ധീവമാണ്. അങ്ങാണ് എൻ്റെ തേരാൾ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ജയദ്രഥനെ കൊന്നുകൂടാ? നിശ്ചയമായി ഞാൻ എൻ്റെ സത്യം പാലിക്കും. അഭിമന്യു വധം കൊണ്ട് കൗരവർ പ്രകൃഷ്ടരാണെങ്കിലും അർജുനനിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തിന്റെ കാഠിന്യമോർത്ത് അവർ സംഭീതരായിരുന്നു. അങ്ങനെ യുദ്ധത്തിന്റെ 14-ാം ദിവസം പിറന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദിവസത്തെ യുദ്ധം രൂക്ഷമായിരിക്കുമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. ആരും അതൊന്നും പുറത്തു കാണിക്കാതെ ഉത്സാഹത്തോടെയാണ് 14-ാം ദിവസത്തെ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെട്ടത്. എവിടെ അർജുനൻ? എവിടെ ഭീമൻ? പാണ്ഡവരുടെ കഥ ഇന്ന് കഴിക്കും എന്നൊക്കെ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് കൗരവ സൈന്യം ശിബിരത്തിൽ നിന്ന് ധരിച്ചു. വാളുലച്ചും വില്ലിന്റെ ചെറുഞാണലി പുറപ്പെടുപ്പിച്ചും ഗത കൊണ്ട് നിലത്തടിച്ചും പൗരുഷമൂർത്തികളായ ഭാവിച്ച് അണിയണിയായി കൗരവ സൈന്യം രണഭൂമിയിലേക്ക് നീങ്ങി തുടങ്ങി. ശുഭ്രവസ്ത്രം ധരിച്ച് വെള്ളത്തലക്കെട്ട് ശിരസിലണിഞ്ഞ് ചുവന്ന കുതിരകളെ പൂട്ടിയ തേരിൽ മഹാഭുജനായ ദ്രോണൻ കൗരവസേനകളെ നയിച്ചു. യജ്ഞവേദിയും കൃഷ്ണമൃഗത്തിന്റെ തോലും ചിഹ്നമായുള്ള അദ്ദേഹത്തിന്റെ കൊടി തേരിന്റെ മുകളിലായി ആകാശത്തിൽ പാറിപ്പറന്നു. അത്ഭുതകരമായ വിധത്തിലാണെന്ന് ദ്രോണൻ വ്യൂഹബന്ധനം നടത്തിയത്. 20 നാഴികയോളം നീളവും 10 നാഴികയോളം വീതിയുമുണ്ടായിരുന്ന ആ വ്യൂഹത്തിന്റെ മുൻഭാഗം ശകടാകൃതിയിലും പിൻഭാഗം ചക്രാകൃതിയിലും പദ്മാകൃതിയിലുമായിരുന്നു. ഇതിനകത്ത് സൂചി എന്ന പേരിൽ മറ്റൊരു വ്യൂഹവും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ജയദ്രഥനെ നിർത്തിയത്. അവന്റെ സംരക്ഷണത്തിനായി ഭൂരിസ്രവസ്, അശ്വത്ഥാമാവ്, ശല്യൻ, വൃഷസേനൻ, കൃപൻ എന്നിവരെ നിയോഗിച്ചു. വ്യൂഹത്തിന്റെ മറ്റു മർമ്മസ്ഥാനങ്ങളിലൊക്കെ പ്രമാണികന്മാരായ കൗരവന്മാരെ നിർത്തി. ദ്രോണൻ വ്യൂഹത്തിന്റെ തലക്കൽ തന്നെ നിന്നു. കൗരവ വ്യൂഹ നിർമ്മാണം കഴിഞ്ഞപ്പോഴേക്കും കരയിലേക്ക് ആർത്തിരമ്പി വരുന്ന കടൽ പോലെ പാണ്ഡവസേനയും അട്ടഹസിച്ചുകൊണ്ടും വാദ്യമേളങ്ങൾ മുഴക്കിക്കൊണ്ടും പടക്കളത്തിലെത്തി.
ദൃഷ്ടദ്യുമ്നനും നകുലനും കൂടി വേഗത്തിൽ വ്യൂഹബന്ധനം നടത്തി. നായകന്മാരെല്ലാം പ്രധാന സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. കൗരവന്മാരുടെ കണ്ണുകളിൽ പാണ്ഡവ സൈന്യത്തിന്റെ ഇടയിൽ അർജുനരഥത്തെ പരതി നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ശ്വേതവർണ്ണത്തിലുള്ള കുതിരകളെ പൂട്ടിയ അർജുനന്റെ തേര് പാണ്ഡവ സേനയുടെ മുന്നിലേക്ക് കൃഷ്ണൻ ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തി. അർജുനന്റെ കൊടിയടയാളം ആഞ്ജനേയനാണ്. ആഞ്ജനേയൻ വെറും അടയാളമല്ല, ആ കൊടിയിൽ കുടികൊണ്ടിരുന്നത് ഒരു മൂർത്തിയായിട്ട് തന്നെയാണ്. ജീവനും ചൈതന്യവുമുള്ള ഹനുമാനായിട്ട് ആഞ്ജനേയൻ കൂടെ കൂടെ പ്രത്യക്ഷപ്പെട്ട് അട്ടഹസിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ എതിരാളികൾ ഭയപ്പെട്ട് വിറയ്ക്കുമായിരുന്നു. അന്നും അപ്രകാരം തന്നെ സംഭവിച്ചു. അർജുനൻ തന്റെ ദേവദത്തമെന്ന ശംഖ് ഉച്ചത്തിൽ വിളച്ചു. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. അതോടൊപ്പം എല്ലാവരെയും കിടിലം കൊള്ളിക്കുന്ന ആഞ്ജനേയന്റെ അട്ടഹാസവും കേൾക്കാമായിരുന്നു. ഇതെല്ലാം കേട്ട് കൗരവ സൈന്യം നടുങ്ങി. കൗരവ സേനയുടെ ഏറ്റവും മുന്നിൽ ഒരു വലിയ ആനപ്പടയാണ് നിർത്തിയിരുന്നത്. അതിന്റെ നേരെ തേര് തെളിക്കുവാനാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. കൃഷ്ണൻ അപ്രകാരം ചെയ്തു. രഥം ഇളങ്ങി തുടങ്ങിയപ്പോഴേക്കും അർജുനന്റെ ആക്രമണവും ആരംഭിച്ചു. അവന്റെ ശരങ്ങളേറ്റ് മല പോലെയുള്ള മത്തേഭങ്ങളും അവയുടെ പുറത്തിരുന്ന യോദ്ധാക്കളും ഒന്നിച്ച് വീഴുവാൻ തുടങ്ങി. അർജുനനെ ലക്ഷ്യമാക്കി ധാരാളം ശരങ്ങൾ എതിരാളികൾ ചുരിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നുപോലും അവന്റെ മേൽ കൊള്ളാത്തവണ്ണം വിദഗ്ധമായി എല്ലാം തടുത്തുകൊണ്ടേയിരുന്നു. ക്ഷണനേരം കൊണ്ട് മുന്നിൽ പർവ്വതനിര പോലെ അണിനിന്നിരുന്ന ആനക്കൂട്ടങ്ങളെല്ലാം തകർന്നു. കൂടുതൽ കൗരവ യോദ്ധാക്കൾ അർജുനനെ വളഞ്ഞു. കനത്ത ശസ്ത്രപ്രഹരം കൊണ്ട് അവന്റെ മുന്നേറ്റത്തെ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും അർജുനൻ അവരിൽ നല്ലൊരു ഭാഗത്തെയും കൊന്നു വീഴ്ത്തി. മറ്റുള്ളവർ പിൻവാങ്ങി. അങ്ങനെ വ്യൂഹത്തിന്റെ പുറംഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രതിരോധ നിരയെ മുഴുവൻ തകർത്തിട്ട് അർജുനൻ മുന്നോട്ട് നീങ്ങി. അർജുനന്റെ മുന്നേറ്റം കണ്ടപ്പോൾ അത് തടഞ്ഞില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ദുശാസനൻ ഒരു വലിയ ആനപ്പടയുമായി അർജുനനെ എതിരിട്ടു. യുദ്ധപരിശീലനം ലഭിച്ചിട്ടുള്ള ഗജങ്ങൾ അർജുനനെ നാലുപാടും വളഞ്ഞു. ആനകളുടെ പിന്നിൽ അശ്വങ്ങളും അവയ്ക്ക് പിന്നിലായി അസംഖ്യം കാലാൾ സേനയും ഉണ്ടായിരുന്നു. ഹോ, ഭയങ്കരം! അർജുനൻ ദുശാസനെയും അവന്റെ ആനപ്പടയെ നേരിട്ട രീതി രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഭഗവാന്റെ സാന്നിധ്യമായിരുന്നു അതിൽ നിർണായകമായ പങ്കുവഹിച്ചത്. തേര് നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങി. അതിന്റെ വേഗത മിന്നൽ പിളറിന്റെ വേഗതയോടുകൂടി തോൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു. ഒരേ സമയത്ത് 4 ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ചെറുത്തുകൊണ്ട് ശത്രുക്കളുടെ മേൽ അമ്പുകൾ അയക്കുന്ന അർജുനന്റെ അസ്ത്രപാടവം അവിശ്വസനീയമായ വിധത്തിലായിരുന്നു. അധികം താമസിയാതെ ആനകളും കുതിരകളും ഒന്നൊന്നായി നിലംപതിച്ചു. സൈന്യങ്ങളിൽ അനവധി പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ പ്രാണഭയം കൊണ്ട് ഓടിക്കളഞ്ഞു. ദുശാസനൻ പോലും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി വ്യൂഹത്തിനുള്ളിൽ കടന്നുകുടിച്ചു. വ്യൂഹത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ദ്രോണൻ ദുശാസനന്റെ ഓട്ടം കണ്ടപ്പോൾ ഊറി ചിരിച്ചു. അർജുനൻ അടുത്തതായി തന്റെ നേരെയായിരിക്കും പായുതെന്ന് ഓർത്ത് അദ്ദേഹം കരുതി നിൽക്കുകയാണ്. ജയദ്രഥൻ നിൽക്കുന്നിടത്ത് എത്തണമെങ്കിൽ ദ്രോണനെ കടന്നു പോകണം. അർജുനൻ ദ്രോണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തിട്ട് പറഞ്ഞു, അങ്ങന്റെ ഗുരുനാഥനും പിതൃതുല്യനുമാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനും പുത്രതുല്യനുമാണ്. അങ്ങനെ രക്ഷിക്കാം. ജയദ്രഥനെ കൊല്ലുവാൻ എനിക്ക് അനുവാദം തരണം. ദ്രോണൻ ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ജയിച്ചാലല്ലാതെ ജയദ്രഥനെ കൊല്ലുവാൻ സാധ്യമല്ല. പിന്നെ ഒട്ടും മടിച്ചില്ല. അർജുനൻ ഗാണ്ഡീവം കയ്യിലെടുത്ത് ഘോരമാരി കണക്കെ ശരവർഷം തുടങ്ങി. യാതൊരു സങ്കോചമോ പരിഭ്രമമോ കൂടാതെ ദ്രോണൻ അർജുനന്റെ അസ്ത്രങ്ങൾ തടുത്തുകൊണ്ട് അവന്റെ മേൽ ബാണങ്ങൾ തൂക്കി. ആർക്കും വഴങ്ങാതെ കുറച്ചു നേരം അവിടെ പരസ്പരം യുദ്ധം ചെയ്തു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, നിന്റെ ലക്ഷ്യം വേറെയാണ്. ഇവിടെ വെറുതെ സമയം കളയാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അർജുനൻ ഉടൻ തന്നെ ദ്രോണനുമായുള്ള സംഘടന നിർത്തി. അദ്ദേഹത്തെ ആദരവോടെ വലം വെച്ച് മുന്നോട്ട് നീങ്ങി. ദ്രോണൻ മന്ദസ്മിതത്തോടെ ചോദിച്ചു, എതിരാളിയെ തോൽപ്പിച്ചാലല്ലാതെ മടങ്ങാറില്ലാത്ത അർജുനൻ എന്താണ് ഇങ്ങനെ പോകുന്നത്? അങ്ങന്റെ എതിരാളിയല്ല, എൻ്റെ ആചാര്യനാണ്. അങ്ങയെ തോൽപ്പിക്കുവാൻ ഈ ലോകത്ത് എനിക്കെന്നല്ല ആർക്കും സാധ്യമല്ല. ഇത്രയും പറഞ്ഞിട്ട് അർജുനൻ ജയദ്രഥനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീക്കി. ദ്രോണന്റെ മനസ്സിൽ അപ്പോൾ തന്നെ പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. ജയദ്രഥനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അന്ന് കൗരവ നേതാക്കന്മാരുടെ ലക്ഷ്യം. അപ്രകാരമാണ് ദുര്യോധനൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നത്. സൂര്യാസ്തമയത്തിനുള്ളിൽ ജയദ്രഥനെ കൊന്നില്ല എങ്കിൽ താൻ തീയിൽ ചാടി ചാകുമെന്നാണ് അർജുനന്റെ പ്രതിജ്ഞ. ആകയാൽ എങ്ങനെയെങ്കിലും സന്ധ്യ വരെ ജയദ്രഥനെ രക്ഷിച്ചാൽ സന്ധ്യയ്ക്ക് ശേഷം അർജുനൻ സത്യം പാലിക്കുവാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അർജുനൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവപ്പട നാഥനില്ലാ കളരി പോലെയായി തീരും. അപ്പോൾ അവരെ തോൽപ്പിച്ച് തുന്നം പാടിക്കാം. ഇതാണ് ദുര്യോധനന്റെ മോഹം. അതിനനുസൃതമായ വിധത്തിലാണ് 14-ാം ദിവസത്തെ യുദ്ധതന്ത്രം ദുര്യോധനൻ ക്രമീകരിച്ചിരുന്നത്. ദ്രോണനെ വിട്ടിട്ട് മുന്നോട്ട് നീങ്ങിയ അർജുനനെ ശ്രുതായുധൻ, കാംബോജൻ, കൃതവർമാവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേകയന്മാരും ഗോപാലന്മാരും കാംബോജന്മാരും വന്നു തടഞ്ഞു. എന്തായാലും ജയദ്രഥനെ അടുത്തെങ്ങും എത്തുവാൻ സമ്മതിക്കില്ലെന്ന നിലയിൽ അവർ ഘോരമായി പോരാടി.
എന്നാൽ ആരൊക്കെ തടഞ്ഞാലും ജയദ്രഥനെ കൊന്നേ അടങ്ങൂ എന്നുള്ള വാശിയോടെയാണ് അർജുനൻ പോരാടുന്നത്. ആരെയും വിസ്മയിപ്പിക്കത്തക്കവണ്ണമുള്ള ഈ പോരാട്ടം കാണുവാൻ ആകാശത്തു വന്ന് നോക്കി നിന്ന ദേവന്മാർ പോലും അർജുനന്റെ അസാമാന്യമായ അസ്ത്രപാടവം കണ്ട് ആശ്ചര്യപ്പെട്ടു. അർജുനന്റെ എതിരാളികളിൽപ്പെട്ട ശ്രുതായുധൻ സാമാന്യകാരനായിരുന്നില്ല. അവൻ അപ്സരസായ പർണശാദേവിയുടെ പുത്രനായിരുന്നു. മകന് യൗവനാരംഭമായപ്പോൾ അവൻ ആകാല മൃത്യു സംഭവിക്കുമെന്ന് കരുതി അമ്മ വരുണനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ പുത്രനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് വരുണനോട് ആവശ്യപ്പെട്ടു. വരുണൻ പറഞ്ഞു, ജനിച്ചാൽ മരിച്ചേ മതിയാകൂ. മരണത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. എന്നാൽ നിന്റെ മകന് അവൻ മരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടത് ഞാൻ ചെയ്യാം. ഇതാ ഈ ഗദ അവൻ ധരിക്കട്ടെ. ഇത് ധരിച്ചാൽ അപകട മരണമൊന്നും ഉണ്ടാവുകയില്ല. ഇതുപയോഗിച്ച് ശത്രുക്കളെ കൊല്ലുകയും ചെയ്യാം. എന്നാൽ തന്നോട് യുദ്ധം ചെയ്യാത്ത ആരെയെങ്കിലും ഈ ഗദ കൊണ്ട് പ്രഹരിച്ചാൽ ഇത് തിരിച്ചു വന്ന് തൻ്റെ മകനെ തന്നെ കൊല്ലുവാൻ ഇടയാകും. പർണശാദേവിക്ക് ഒരു ഗദ സമ്മാനിച്ചിട്ട് വരുണൻ അപ്രത്യക്ഷനായി. അവർ അത് മകന് നൽകി. ശ്രുതായുധൻ എപ്പോഴും ആ ഗദ ധരിക്കുകയും ചെയ്യുമായിരുന്നു. അർജുന ബാണങ്ങളേറ്റു പൊളഞ്ഞ ശ്രുതായുധൻ ഗദയെടുത്ത് അർജുനനെ പ്രഹരിച്ചു. ഈ ഗദയുടെ കഥയെല്ലാം അറിയാവുന്ന പാർത്ഥസാരഥി അതിൻ്റെ നേർക്ക് വശസ് കാണിക്കുകയാൽ ഗദ കൃഷ്ണന്റെ നെഞ്ചിലാണ് കൊണ്ടത്. കൃഷ്ണൻ ശ്രുതായുധനോട് യുദ്ധം ചെയ്യുന്ന ആളല്ലല്ലോ. ആകയാൽ വരുണഹിതപ്രകാരം ആ ഗദ ഭഗവാന്റെ നെഞ്ചിൽ കൊണ്ടതേറ്റതോട്ടെ ശ്രുതായുധന്റെ നേർക്ക് തിരിയുകയും അതിൻ്റെ പ്രഹരമേറ്റ് അവൻ മരിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ സൈന്യങ്ങളൊക്കെ നടുങ്ങി. എങ്കിലും കാംബോജൻ പിന്തിരിഞ്ഞില്ല. അവൻ പൂർവാധികം വാശിയോടെ അർജുനനോട് ഏറ്റുമുട്ടി. അർജുനൻ വളരെയധികം സൈന്യങ്ങളെ കൊല്ലുകയും അവസാനം കാംബോജ രാജാവിനെ തന്നെ വധിക്കുകയും ചെയ്തു. അതോടെ ശേഷിച്ചവരെല്ലാം പിന്മാറി. അർജുനരഥം മുന്നോട്ട് നീങ്ങി. വിന്ധ്യ ഹിമാലയാദി പർവ്വതങ്ങ പ്രതാന്തങ്ങളിലെ രാജാക്കന്മാരും പ്രാകൃതരായ കാട്ടാള സൈന്യങ്ങളുമാണ് പിന്നീട് അർജുനനെ തടഞ്ഞത്. അവർ പ്രാകൃതന്മാരായിരുന്നുവെങ്കിലും ഭയങ്കരമായും അസ്ത്രവിദ്യയിൽ അതിസമർത്ഥന്മാരുമായിരുന്നു. ശ്രുതായുസും സത്യായുസും എന്നു പേരുള്ള 2 രാജാക്കന്മാരാണ് അവർക്ക് നേതൃത്വം കൊടുത്തത്. അസംഖ്യം ആനകളും കുതിരകളും തേരുകളും അവരുടെ സൈന്യത്തിലുണ്ടായിരുന്നു. അവർ 4 ഭാഗത്തു നിന്നും കൂരമ്പുകളയച്ച് അർജുനരഥം തന്നെ മൂടി. അവരോട് ബൽഗുണൻ കടുത്ത പോരാട്ടമാണ് നടത്തിയത്. ഒരു പ്രാവശ്യം അവരിൽ നിന്നുള്ള ഒരു അമ്പേറ്റ് അർജുനൻ മോഹാലസ്യപ്പെട്ടുകയുണ്ടായി. അർജുനനെ കൊന്നുവെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് എതിരാളികൾ തട്ടഹസിച്ചു. എന്നാൽ ഭഗവാൻ ശീതോപചാരം ചെയ്ത് അർജുനനെ ഉണർത്തുകയും ചെയ്തപ്പോൾ അർജുനൻ പൂർവാധികം ഉന്മേഷത്തോടെ ശത്രുക്കളെ ആക്രമിച്ചു. അവസാനം അവൻ ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. അതോടെ ശത്രുക്കൾ പനമ്പഴം പൊഴിയുന്നത് പോലെ ചത്തുവീടുവാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ ആ പെരുമ്പടയെ മുഴുവൻ പാർത്ഥൻ കൊന്നൊടുക്കി. ശ്രുതായുസും സത്യായുസും മരിച്ചു. അർജുനരഥം പിന്നെയും മുന്നോട്ട് നീങ്ങി. പ്രഭാവശാലികളായ ശ്രുതായുധൻ, കാംഭോജൻ, ശ്രുതായുസ്, സത്യായുസ് തുടങ്ങിയ അനേകം സേനാനായകന്മാരെയും സൈന്യങ്ങളെയും കൊല്ലുകയും ശക്തമായ സേനാ വലയങ്ങൾ ഭേദിക്കുകയും ചെയ്തുകൊണ്ട് സവ്യസാചി മുന്നേറുന്നത് കണ്ടപ്പോൾ ദുര്യോധനന് ഭീതിയും സംഭ്രാന്തിയും ഉണ്ടായി. അവൻ നേരെ ദ്രോണരുടെ അടുത്തേക്കാണ് പോയത്. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആചാര്യ, അർജുനൻ ജയദ്രഥന്റെ അടുത്തേക്ക് എത്താറായി. അങ്ങയുടെ മുന്നിൽ കൂടിയല്ല അവൻ കടന്നുപോയത്. അപ്പോൾ അങ്ങയ്ക്ക് അവനെ തടുക്കുമായിരുന്നു. പാണ്ഡവരോടുള്ള പക്ഷപാതം കൊണ്ടല്ലേ അങ്ങ് അപ്രകാരം ചെയ്യാതിരുന്നത്. അങ്ങ് അവൻ്റെ മുന്നേറ്റം തടയുവാൻ ഇപ്പോഴും ശ്രമിക്കുന്നില്ലല്ലോ. ഇനി ആരാണ് ജയദ്രഥനെ രക്ഷിക്കുന്നത്? അങ്ങയെ വിശ്വസിച്ചാണ് ഞാൻ ജയദ്രഥനെ ഇവിടെ നിർത്തിയത്. ഇല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച അവനെ ഞാൻ പറഞ്ഞയക്കുമായിരുന്നു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടതെല്ലാം തരികയും അങ്ങയെ നന്ദിപൂർവ്വം സേവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതൊന്നും ഓർക്കാതെ അങ്ങ് പാണ്ഡവരോട് കാരുണ്യം കാണിക്കുന്നത് കഷ്ടമാണ്. ഇത് അങ്ങയെപ്പോലുള്ള മഹാന്മാർക്ക് യോജിച്ചതല്ല. ദുര്യോധനൻ പറഞ്ഞതെല്ലാം ആചാര്യന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം വിഡ്ഢികൾ പറയുന്നതാണെന്ന് അദ്ദേഹം കരുതി. ദുര്യോധനനോട് പാരുഷ്യം തോന്നിയെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ സമാധാന ചിത്തനായി ദ്രോണൻ പറഞ്ഞു, ദുര്യോധന, നീ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സാക്ഷാൽ ഭഗവാനാണ് പാർത്ഥന്റെ സാരഥി. അദ്ദേഹത്തെ പോലെ തേരോടിച്ചു മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആർക്കും സാധ്യമല്ല. കൂടാതെ അവരുടെ കുതിരകൾ വായുവേഗമുള്ളതാണ്. നമ്മുടെ കുതിരകളെക്കാൾ എല്ലാ തരത്തിലും മെച്ചപ്പെട്ടവയുമാണ്. പിന്നെ അർജുനനാണെങ്കിൽ യുവാവും, ഞാനൊരു വൃദ്ധനുമാണ്. അസ്ത്രശസ്ത്രത്തിൽ എനിക്ക് അറിവുള്ളതൊക്കെ അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചതിന് പുറമെ അഭ്യാസം കൊണ്ടും അവൻ എല്ലാം തികഞ്ഞ യോദ്ധാവായി തീർന്നു. പോരാത്തതിന് ദേവന്മാരിൽ നിന്നും രുദ്രനിൽ നിന്നും മറ്റും സമ്പാദിച്ച അനവധി ദിവ്യായുധങ്ങൾ അവൻ്റെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് സേനാവ്യൂഹങ്ങൾ ഭേദിച്ച് അവൻ മുന്നേറുന്നതിൽ അതിശയമില്ല. ഞാനാണെങ്കിൽ ഒരു സേനാവ്യൂഹത്തിൻ്റെ ഒട്ടാകെയുള്ള ഒരു കാവൽക്കാരൻ മാത്രമാണ്. എനിക്കിവിടെ വിട്ടുപോകുവാൻ വയ്യ. പാണ്ഡവപ്പട മുന്നിൽ നിന്നും ശക്തിയായി എതിർക്കുന്നു. ഞാനിവിടം വിട്ട് അർജുനനെ പിന്തുടർന്നാൽ പാണ്ഡവർ ഈ സൈന്യത്തെ ഒട്ടാകെ മുടിക്കും. തന്നെയുമല്ല, എൻ്റെ നിയന്ത്രണത്തിലുള്ള വ്യൂഹത്തെ വിട്ടിട്ട് ശത്രുവിനെ പിന്തുടരുന്നത്
യുദ്ധധർമ്മത്തിന് വിരുദ്ധമാണ്. അത് ആപൽക്കരവുമാണ്. ഏതായാലും ഇതുകൊണ്ടൊന്നും പരിഭ്രമിക്കുവാനില്ല. ഇപ്പോൾ പോയി അർജുനനെ തടഞ്ഞാൽ മതി. നീ അർജുനന് തുല്യ ബലവാനാണ്, അഭ്യാസിയാണ്, രാജാവുമാണ്. നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് തുല്യശക്തികളുടെ സംഘട്ടനമാണ്. അതുകൊണ്ട് ആവലാതിയുമായി എൻ്റെ അടുക്കൽ നിൽക്കാതെ വേഗത്തിൽ പോയി അർജുനനെ തടുക്കുവാൻ ശ്രമിക്കും. ദ്രോണരുടെ വാക്കുകൾ ദുര്യോധനന്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. അർജുനനോട് ഏറ്റുമുട്ടുവാനുള്ള ആചാര്യന്റെ നിർദ്ദേശം കേട്ടപ്പോൾ അവന് ഭയമാണുണ്ടായത്. എന്നാൽ അത് പുറത്തു കാട്ടുവാൻ അവൻ മടിച്ചു. എങ്കിലും ഗത്യന്തരമില്ലാതെ അവസാനം അവനത് പറയേണ്ടി വന്നു. ദുര്യോധനൻ ചോദിച്ചു, ഗുരു, ഭഗവാനെ പോലും അതിക്രമിച്ചു കടന്ന സർവശസ്ത്രധോരത്തനമായ സവ്യസാചിയെ തടുക്കുവാൻ ഞാൻ മതിയാകുമോ? കത്തിയാളുന്ന അഗ്നി പോലെയുള്ള ആ പാണ്ഡവനോട് ഞാനെങ്ങനെ പൊരുതും? ദ്രോണൻ പറഞ്ഞു, ദുര്യോധന, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ദുരാദർശനായ ധനഞ്ജയനെ തടുക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി നിനക്കുണ്ടാക്കിത്തരാം. കൃഷ്ണൻ കാണുകെ നീ അർജുന ബാണങ്ങളെ പുഷ്പസമാനമായി തടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് നിനക്ക് കാഞ്ചനച്ചട്ട കിട്ടിക്കാം. പരന്മാർ എയ്യുന്ന ശരങ്ങളിൽ നിന്ന് ഏൽക്കാതിരിക്കത്തക്കവണ്ണം അതിന് ശക്തിയുണ്ട്. ദ്രോണൻ വേഗത്തിലുള്ള ജലം തൊട്ട് ശുദ്ധം വരുത്തി അതിഭാസുരവും അത്ഭുതകരവുമായുള്ള കവചമന്ത്രം ജപിച്ച് ദുര്യോധനനെ അണിയിച്ചു. ദുര്യോധനനും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിൽ ലോകർക്ക് വിസ്മയം ജനിപ്പിക്കുവാൻ വേണ്ടി ഈ ബ്രാഹ്മണ സത്തമൻ കാണിച്ച ഒരു അത്ഭുത വിദ്യയായിരുന്നു അത്. സന്തുഷ്ടനായ സുയോധനൻ ആചാര്യനെ വണങ്ങി തേരിൽ കയറി ആർത്തു വിളിച്ചുകൊണ്ട് അർജുനനോട് എതിർക്കുവാൻ പുറപ്പെട്ടു. ത്രികർത്തന്മാരുടെ വമ്പിച്ച സൈന്യവും അസംഖ്യം ആനകളും കുതിരകളും അവനെ അനുഗമിച്ചു. സമയം മധ്യാഹ്നമായി. കൃഷ്ണാർജുനന്മാർ വ്യൂഹത്തിൽ കൂടി മുന്നേറി ജയദ്രഥന്റെ അടുക്കലെത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ നടക്കുന്ന യുദ്ധമല്ലാതെ മറ്റു യുദ്ധമൊന്നും ആരും കാര്യമായി ചെയ്തിരുന്നില്ല. അർജുനന്റെ വിവരങ്ങളൊന്നും അറിയാതെ ധർമ്മപുത്രൻ വിഷമിച്ചു. ഏതായാലും തങ്ങൾ വെറുതെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് കൗരവപടയുടെ തലക്കിൽ നിന്നിരുന്ന ദ്രോണന്റെ നേരെ ആക്രമണം നടത്തുവാൻ യുധിഷ്ഠിരൻ കൽപ്പന പുറപ്പെടുപ്പിച്ചു. യുധിഷ്ഠിരാദി പാണ്ഡവരും ദൃഷ്ടദ്യുമ്നനും വിരാടൻ തുടങ്ങിയ നേതാക്കന്മാരും കൂടി ദ്രോണരോട് ഏറ്റുമുട്ടി. പാണ്ഡവരിൽ നിന്ന് ഈടതടവില്ലാതെ വന്നു വീണുകൊണ്ടിരുന്ന അസ്ത്രങ്ങൾ കണ്ടപ്പോൾ വൃദ്ധനായ ദ്രോണൻ യുവചൈതന്യത്തോടെ പാണ്ഡവ സൈന്യത്തെ നേരിട്ടു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണന്റെ ശകടവ്യൂഹത്തെ മൂന്നായി പിളർന്നു. സൈന്യങ്ങൾ ചിന്നിച്ചിതറാൻ തുടങ്ങിയെങ്കിലും ദ്രോണൻ ഉടൻ തന്നെ അസാമാന്യമായ പ്രാഗൽഭ്യത്തോടെ അവയെ യോജിപ്പിച്ച് വ്യൂഹബന്ധനം ശരിപ്പെടുത്തി. ദൃഷ്ടദ്യുമ്നൻ അസാമാന്യമായ ധൈര്യത്തോടെയാണ് ദ്രോണനോട് ഏറ്റുമുട്ടിയത്. ദ്രോണൻ അയച്ചുകൊണ്ടിരുന്ന ബാണങ്ങൾ തടുക്കുകയും അതിനെതിരായി ബാണങ്ങൾ അയക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ രഥം അല്പൽപമായി മുന്നോട്ട് നീങ്ങി. അവസാനം ദ്രോണരഥത്തിന് സമീപമെത്തി. കുറച്ചു സമയം ഈ നിലപ്പിൽ തന്നെ നിന്ന് ബാണങ്ങൾ വർഷിച്ച ശേഷം തികച്ചും അപ്രതീക്ഷിതമായ വിധത്തിൽ വാളും പരിചയം എടുത്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ ദ്രോണന്റെ രഥത്തിലേക്ക് ചാടിക്കയറി. തേർതട്ടിലും കുതിരയുടെ പുറത്തും നുകത്തിന്മേലും മറ്റും മാറി മാറി നിന്ന് ദ്രോണനെ അന്താളിപ്പിക്കത്തക്ക വിധത്തിൽ അവൻ പോരാടി. എന്നാൽ താമസം വിന ഒരു അമ്പ് കൊണ്ട് ദ്രോണൻ അവന്റെ വാൾ മുറച്ചു. മറ്റൊരമ്പ് കൊണ്ട് പരിചയം പൊളിച്ചു. ദൃഷ്ടദ്യുമ്നനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മൂന്നാമത്തെ അമ്പ് അവന്റെ നേർക്ക് എയ്യുവാൻ കയ്യിലെടുത്തു. ദൃഷ്ടദ്യുമ്നന്റെ അപകടകരമായ അവസ്ഥ മനസ്സിലാക്കിയ സാത്വികി ഉടൻ തന്നെ ദ്രോണന്റെ വില്ലു മുറിച്ചു. അപ്പോൾ ദ്രോണന്റെ ശ്രദ്ധ സാത്വികിയിലേക്കായി. ഈ തക്കം നോക്കി ആയുധം നഷ്ടപ്പെട്ട ദൃഷ്ടദ്യുമ്നൻ ദ്രോണന്റെ തേരിൽ നിന്നും താഴേക്ക് ചാടി. സാത്വികി തുടർന്നും ദ്രോണന്റെ നേർക്ക് അമ്പുകളെയ്തു. ദ്രോണൻ അവരെ തടഞ്ഞുകൊണ്ട് സാത്വികിയുടെ നേർക്കും അമ്പുകളെയ്യുവാൻ തുടങ്ങി. അതിനുശേഷം സാത്വികിയും ദ്രോണനും തമ്മിൽ ഗംഭീരമായ ദ്വന്ദ്വയുദ്ധമാണ് നടന്നത്. ഒരു മൂർഖൻ ബാബിനെ പോലെ ചീറ്റിക്കൊണ്ട് സാത്വികിയെ നേരിട്ട ദ്രോണന് തന്റെ അഭ്യാസമുറകൾ മുഴുവൻ എടുത്തു പാറ്റിയിട്ടും അവനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. യജ്ഞവേദിയിൽ നിൽക്കേണ്ട ബ്രാഹ്മണനായ നീ യുദ്ധവേദിയിൽ നിൽക്കുന്നതിന്റെ താളപ്പിഴ നിന്നെ ഞാൻ ഇന്ന് ബോധ്യപ്പെടുത്തും. നീ കാരണമാണ് ദുര്യോധനൻ അഹങ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുലിയെപ്പോലെ ചീറിയെടുത്ത സാത്വികി യുദ്ധത്തിൽ താൻ ദ്രോണനേക്കാൾ പിന്നിലല്ലെന്ന് തെളിയിച്ചു. ഇത്രമാത്രം വീറോടും വാശിയോടും കൂടിയ ഒരു ദ്വന്ദ്വയുദ്ധം ഇതുവരെ നടന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പടം പൊഴിഞ്ഞു തിളങ്ങുന്ന പാമ്പിനെ പോലെ തിളക്കമേറിയ ബാണങ്ങൾ കൊണ്ട് ആകാശം മൂടി. സൂര്യപ്രകാശം മങ്ങി. കുറച്ചു സമയത്തേക്ക് എങ്ങും ഇരുട്ട് വ്യാപിച്ചു. ഇരുവരും കൊടിമരം തകർത്തെടിഞ്ഞു. ഇരുവർക്കും മുറിവേറ്റു. രക്തമൊലിച്ചു. ഇരുവരുടെയും ചുറ്റുപാട് നിന്ന സൈനികരും നേതാക്കളും ഒന്നും ചെയ്യാതെ ഈ പോരാട്ടം അത്ഭുത സ്തബ്ധരായി നോക്കിക്കൊണ്ടേയിരുന്നു. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും മറ്റും ഇവരുടെ യുദ്ധം ആകാശത്തിൽ നിന്ന് ദർശിച്ച് ആശ്ചര്യപ്പെട്ടു. ഇതിനിടയ്ക്ക് സാത്വികി ദ്രോണന്റെ വില്ലു മുറിച്ചു. ദ്രോണൻ മറ്റൊരു വില്ലെടുത്തു. സാത്വികി അതും മുറിച്ചു. അങ്ങനെ തുടർച്ചയായി 9 വില്ലുകൾ മുറിച്ചു. ഇവൻ ശ്രീരാമൻ, കാർത്തവീര്യൻ, ധനഞ്ജയൻ, ഭീഷ്മൻ തുടങ്ങിയവരുടെ നിലയിലുള്ള ഒരു യോദ്ധാവ് തന്നെ. ദ്രോണൻ സാത്വികയെ പറ്റി മനസ്സിൽ നിരൂപിച്ചു. ഏതായാലും ഇവനെ ഇനിയും ഇതുപോലെ പോരാടുവാൻ അനുവദിക്കുകയില്ല. ഇവനെ തീർച്ചയായും കൊല്ലണമെന്ന് നിശ്ചയിച്ചുകൊണ്ട്
ദ്രോണൻ ആഗ്നേയാസ്ത്രം സാത്വികയുടെ നേരെ തൊടുത്തുവിട്ടു. തുടരും.